കോഴിക്കോട് നാദാപുരത്ത് വാഷ് ബേസിനിൽ നിന്ന് കൈ കഴുകുന്നതിനിടയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റു. വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ കക്കട്ട് സ്വദേശിനി സിന്ധുവിനാണ് കടിയേറ്റത്. ശരത് എസ് വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്ത്, പറയൂ, ഇപ്പോൾ ഈ യുവതി ചികിത്സയിലാണോ? ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ശിവാസ്, അതായത് പൊതുവിൽ ഇപ്പോൾ പാമ്പ് ശല്യം രൂക്ഷമാണെങ്കിലും മഴ ചില സ്ഥലങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിൽ പാമ്പ് കടി കുറയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. നാദാപുരത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുന്നതിനിടെ പാമ്പ് ഇത്തരത്തിൽ കൈക്ക് കടിക്കുകയാണ് ഉണ്ടായത്. കക്കട്ട് സ്വദേശിയായ സിന്ധുവിനാണ് പാമ്പിന്റെ കടിയേറ്റത്. വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഇത്തരത്തിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെ വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുന്നു. ഇങ്ങനെ പൈപ്പിന്റെ ഭാഗത്ത് വെച്ചാണ് പാമ്പിന്റെ കടി ഇവർ കേൾക്കുന്നത്. പിന്നീട് ഇവരെ ഇപ്പോൾ നാദാപുരത്തെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ആരോഗ്യനില വലിയ ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പാമ്പ് വാഷ് ബേസിൽ നിന്ന് കടിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ആളുകളെ ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. എന്തായാലും ആരോഗ്യനില വലിയ പ്രശ്നമില്ല, ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡോക്ടർമാർ അറിയിച്ച വിവരം. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വെയിലും ചൂടുമൊക്കെ അല്പമൊന്ന് മാറി മഴയൊക്കെ പെയ്തു തുടങ്ങി. പക്ഷേ പാമ്പിന്റെ ശല്യം അവസാനിച്ചിട്ടില്ല. പാമ്പ് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്.